മെക്ലോഡ് സ്കൂളിലെ സഹപാഠികളെ, കൂട്ടുകാരെ, വായനയുടെ വർണ്ണപ്രപഞ്ചത്തിലേക്ക്, അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ചു നടത്തിയ ഗുരുസാഗരത്തിനു മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ടാകട്ടെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള എന്റെ ചിന്തകളുടെ തുടക്കവും. കുഞ്ഞു കവിതകളുടെ കുലപതിയായ കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോരുമേ. വായനയുടെ കരുത്തിൽ വാക്കുകളെ ആയുധമാക്കി ലോക ചരിത്രത്തിലേക്ക് നടന്നു കയറിയവർ നിരവധിയാണ്. അമേരിക്കയിലെ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന തന്റെ പ്രസംഗത്തിലെ ആദ്യ വാചകം കൊണ്ട് സദസ്സിനെ കീഴ്പ്പെടുത്തിയ സ്വാമി വിവേകാനന്ദനും, എനിക്കൊരു സ്വപ്നമുണ്ട്, അമേരിക്കൻ സ്വപ്നത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു സ്വപ്നം എന്ന് തുടങ്ങി സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കറുത്ത വർഗക്കാരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച മാർട്ടിൻ ലൂതർ കിങ്ങും, അക്രമത്തെയും ആയുധങ്ങളെയും അഹിംസയിലൂടെ നേരിട്ട് ഒരു ജനതയെ വിമോചനത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധിയുമെല്ലാം വാക്കുകളുടെ കരുത്തിൽ പട നയിച്ച മഹാത്മാക്കളാണ്. വായനയും അനുഭവങ്ങളുമായിരുന്നു ഇവരുടെ കരുത്ത്. വായന എന്നത് ചെറുപ്പം മുതലേ ആർജിക്കേണ്ട ഒരു ശീലമാണ്. അക്ഷരങ്ങളും ചായങ്ങളും ചിന്തകളും ചിത്രങ്ങളും നിറഞ്ഞ ഒരു മാസ്മരിക ലോകം തീർക്കാൻ നാം ശീലിക്കണം. വായന ഒരു വ്യക്തിയിൽ ആശയങ്ങളും ചിന്തയും നർമ്മബോധവും കൂടാതെ പൗരബോധവും ഉത്തരവാദിത്ത ബോധവും കടമകളും രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നു. വായനയിലൂടെ ആർജിച്ചെടുക്കുന്ന അറിവും ആശയങ്ങളും കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും നമ്മെ സഹായിക്കുന്നു. സാമൂഹ്യ പ്രതിജ്ഞാബന്ധമായ ഒരു തലമുറയെ രൂപപ്പെടുത്തുവാൻ വായനയ്ക്ക് കഴിയും. സംസ്കാരങ്ങൾ, പാരമ്പര്യങ്ങൾ, കലകൾ, ചരിത്രം, ഭൂമിശാസ്ത്രം, മനഃശാസ്ത്രം, ആരോഗ്യം, ജീവിതത്തിന്റെ മറ്റ് പല വിഷയങ്ങളിലേക്കും വശങ്ങളിലേക്കും ഒരു നോക്ക് കാണാൻ പുസ്തകങ്ങൾ നമ്മെ പ്രാപ്തരാക്കുന്നു. ഒരു നല്ല പുസ്തകം വായിക്കുന്നത് നിങ്ങളെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോവുകയും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വായന നിങ്ങളെ ഭാവനയുടെ ലോകത്തേക്ക് കൊണ്ടുപോവുകയും നിങ്ങളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ജീവിതത്തെ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്ന് പരിവേഷണം ചെയ്യാൻ വായന സഹായിക്കുന്നു. അച്ചടിച്ച പുസ്തകങ്ങളിൽ നിന്നും കൈവെള്ളയിലെ ഇലക്ട്രോണിക് യുഗത്തിലേക്ക് വായനയ്ക്ക് രൂപമാറ്റം സംഭവിക്കുമ്പോഴും അക്ഷരങ്ങൾ സമ്മാനിക്കുന്ന അനന്ത സാധ്യതകൾക്ക് അവസാനമില്ല. മലയാളിയെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയ മഹാനായിരുന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ശ്രീ PN പണിക്കർ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നാം വായനാ ദിനമായി ആഘോഷിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഓരോ എഴുത്തുകാരനും ജീവിക്കുന്നത് വായനക്കാരിലൂടെയാണ് എന്നാണ്. ചിന്തകനായ റിച്ചാർഡ് സ്റ്റീൽ പറയുന്നു, ശരീരത്തിനും വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന് എന്ന്. ആരോഗ്യമുള്ള മനസ്സിലെ നല്ല ചിന്തകളും ആശയങ്ങളും ശരിയായ തീരുമാനങ്ങളും രൂപപ്പെടുകയുള്ളൂ. ഒരു സമൂഹത്തെ നയിക്കാൻ, രൂപപ്പെടുത്താൻ നിയോഗിക്കപ്പെടുന്ന നേതാക്കൾ പുസ്തകങ്ങളുടെ കൂട്ടുകാരാകേണ്ടത് അതുകൊണ്ടാണ്. വായനക്കാരൻ മരണത്തിനു മുമ്പ് ആയിരക്കണക്കിന് ജീവിതം ജീവിച്ചു തീർക്കുന്നു. എന്നാൽ ഒന്നും വായിക്കാത്തവൻ ഒരിക്കൽ മാത്രം ജീവിച്ച് മരിക്കുന്നു എന്ന ജോർജ് ആൻഡ് മാർട്ടിന്റെ വാക്കുകളെ നമുക്ക് ഓർമ്മിക്കാം. പുസ്തകങ്ങളുടെ കൂട്ടുകാരായി, വായനയെ പ്രണയിക്കുന്ന നല്ല മനസ്സുകളായി നമുക്കും മാറാൻ പ്രതിജ്ഞയെടുക്കാം. ആയിരക്കണക്കിന് അനുഭവങ്ങളെ അക്ഷരങ്ങളായി പകർത്തിയ പുസ്തകങ്ങളുടെ ഉപാസകരായി നമുക്കും പ്രസംഗിക്കാം. എനിക്കൊരു സ്വപ്നമുണ്ട്, ഒരു ദിവസം എന്റെ ഈ രാഷ്ട്രം ഉയർത്തെഴുന്നേക്കുമെന്നും അതിന്റെ വിശ്വാസ പ്രമാണത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ജീവിക്കുമെന്നും. നല്ല പുസ്തകങ്ങൾ നമ്മുടെ ചിന്തകളെ വഴി നടത്തട്ടെ. ഏവർക്കും വായനാ ദിനത്തിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നിർത്തുന്നു. നന്ദി. ജയ് ഭാരത്.